ഷെയ്ഖ് റബീഇന് ഒരു സ്വപ്നം കാണുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന് കാണുന്ന സ്വപ്നം അദ്ദേഹം മാത്രം വിമർശിക്കപ്പെടുകയാണ്. അദ്ദേഹത്തെ മാത്രം ചെയ്യുന്നു ആളുകൾ കുറ്റം പറയുന്നു. ആ വിമർശനം എന്തിൻ്റെ ആ സ്വപ്നം കാണുന്നു, ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുന്നത് താങ്കൾ ഇന്ന ഇന്ന ആളുകൾക്കെതിരെ സംസാരിക്കുകയും അതിൻ്റെ പേരിൽ താങ്കൾ മാത്രം എന്ത് ചെയ്യും പോഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, നമുക്ക് ഷെയ്ഖ് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയ പാഠം നമ്മൾ ഒന്നാമത്തേത് നിലപാടുള്ളവരാവുകയാണ്. വളരെ കൃത്യമായ കണിശമായ നിലപാട് എന്ത് ചെയ്യണം നമുക്കുണ്ടാകണം. ഒരു വര വരച്ചാൽ ആ വരയിൽ നമ്മൾ എന്ത് ചെയ്യണം നിൽക്കണം. ആ വരയിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് തീരുമാനമെടുക്കേണ്ടതെന്ന്. അതല്ലാതെ ഇഖ്വാനികളെ പോലെ ഒരു നിലപാടുമില്ലാത്ത ആളുകൾ, ഇന്നലെ എന്താണോ പറഞ്ഞത് അത് ഇന്ന് മാറ്റി പറയുന്ന ആളുകളാണ് ഈ പറഞ്ഞ ഇഖ്വാനികളായ മതരാഷ്ട്രവാദികളായ ആളുകൾ. അവരെ എഴുതി വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, അതവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഭരണഘടനയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, ആദ്യം എന്താണോ പറഞ്ഞത് അതല്ല എന്ത് ഇപ്പോൾ അദ്ദേഹം അവർ കൊണ്ടു നടക്കുന്ന ഭരണഘടന എന്നത്. അതുകൊണ്ട് ഒന്നാമതായിട്ട് നമുക്ക് കൃത്യമായ നിലപാടുണ്ടാക്കണം. ആ നിലപാട് നമ്മൾ ആവിഷ്കരിക്കേണ്ടത് ഇന്ന വ്യക്തി എന്ത് പറയും, ഇന്ന ആൾ എന്ത് പറയും, ഞാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുന്ന സുഹൃത്ത് എന്ത് പറയും, അല്ലെങ്കിൽ ഇന്ന ഉസ്താദ് എന്ത് പറയും എന്ന് വിചാരിച്ചിട്ടല്ല എന്ത് ചെയ്യേണ്ടത് നമ്മൾ നിലപാടുകൾ എടുക്കേണ്ടത്. മറിച്ച് നിലപാടുകൾ വളരെ കണിശമായ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യേണ്ടത് എടുക്കേണ്ടത്. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഷെയ്ഖ് റബീഇ നമ്മോട് പറയുന്നത് ഹക്കിനോടാണ് കൂറ്, വ്യക്തികളോടൊന്നില്ല നമുക്ക് കൂറില്ല. അത് എത്ര വലിയ ഉസ്താദാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഉസ്താദാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ ഉസ്താദിനോട് പറയാൻ പറ്റണം, ഉസ്താദ് നിങ്ങൾ ഇന്ന ചെയ്തത് എന്തല്ല ശരിയല്ല, അത് വളരെ നസീഹത്തോടു കൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ആ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിനോടുള്ള താല്പര്യം എന്താണ് കുറവാണെന്ന്. നമുക്ക് ദീനിനോടുള്ള താല്പര്യം കുറവാണ്. ആ വ്യക്തിയോടാണ് നമുക്ക് ബഹുമാനം, ദീനിനോടാണ് നമുക്ക് ആ വ്യക്തിയെക്കാളും ബഹുമാനമെങ്കിൽ ആ വ്യക്തി രക്ഷപ്പെടണം, ആ വ്യക്തി സത്യം മനസ്സിലാക്കണം എന്നതാണ് നമ്മുടെ നിയ്യത്ത് എങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഷെയ്ഖ് റബീഇന് ഒറ്റക്ക് നിന്നുകൊണ്ട് ഇത്രയും പോകുന്ന ബിദ്അത്തിന്റെ കക്ഷികൾക്കെതിരെ സംസാരിക്കാൻ സാധിച്ചത് ഹക്കിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ടാണ്, ഹക്കിനോടുള്ള അങ്ങേയറ്റത്തെ പ്രതിബദ്ധത കൊണ്ടാണ്. അത് അത്രയും ഇഖ്ലാസുള്ള വ്യക്തികൾക്ക് എന്തേ ഉള്ളൂ സാധിക്കുള്ളൂ എന്നാണ്. അത്രയും ഇഖ്ലാസ് എന്ത് ചെയ്യണം വേണം. ഇഖ്ലാസ് മാത്രം ഉണ്ടായാൽ പോരാ, അദ്ദേഹം മനസ്സിലാക്കുന്നിടത്തും എന്ത് ചെയ്യണം വളരെ കണിശവും കൃത്യമായിട്ടാണ് എന്ത് ചെയ്തത് അദ്ദേഹം കാര്യങ്ങൾ വീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തത് എന്ന്. അതാണ് ഷെയ്ഖ് റബീഇ നൽകുന്ന രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ പാഠം, നമ്മൾ ദുനിയാവിനോട് എന്ത് ചെയ്യണം വിരക്തിയുള്ള ആളുകളാകണം. ദുനിയാവിൽ എത്ര തന്നെ നമ്മൾ സമ്പാദിച്ചാലും നമുക്ക് എന്തുണ്ട് ഒരവസാനമുണ്ട്, നമുക്ക് ഒരവസാനം വരാൻ പോകുന്നുണ്ട്. ആ അവസാനത്തിൽ ഒരാളും എന്ത് ചെയ്യൂല നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മൾ ഒറ്റക്കാണ് എന്ത് ചെയ്യാം വിചാരണ ചെയ്യപ്പെടും. നമ്മൾ ഒറ്റക്കാണ് ഓരോ കാര്യങ്ങളും ഖിയാമത്ത് നാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒറ്റക്കാണ്. നമ്മൾ വളരെ സെൽഫിഷ് ആയിരിക്കും, ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അന്ന് നമ്മുടെ കൂടെ ഉണ്ടാവുക നമ്മൾ ചെയ്തു വെച്ച അമലാണ്, നമ്മുടെ കൂടെ ഉണ്ടാവുക നമ്മൾ പഠിച്ച അറിവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം അറിവ് പഠിക്കുകയും ആ അറിവ് പ്രചരിപ്പിക്കുന്നതിൽ ആത്മാർത്ഥത വെച്ച് പുലർത്തുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കണിശമായി പരിശ്രമിക്കുകയും ചെയ്യണം എന്നാണ് ഷെയ്ഖ് റബീഇ നമുക്ക് പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ക്ലിപ്പായിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഖബറിലേക്ക് കാലിട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണുള്ളത്, ഞാൻ എൻ്റെ അവസാനത്തെ സന്ദർഭത്തിലാണുള്ളത്, എനിക്ക് ദുനിയാവിൽ ഒരു സ്ഥാനമാനങ്ങളും വേണ്ട, ഞാനത് ആഗ്രഹിച്ചിട്ടുമില്ല, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കൊതിച്ചിട്ടുമില്ല, അതെനിക്ക് ലഭിച്ചിട്ടുമില്ല, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തിയുമല്ല, എൻ്റെ പ്രകൃതവും അതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ദീന്, അള്ളാഹുവിൻ്റെ ദീൻ ആത്മാർത്ഥമായി പഠിക്കുക, അതിനുവേണ്ടി നിലകൊള്ളുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ യൻസുറുക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കും എന്നത് വാഗ്ദാനമാണ്. ഷെയ്ഖ് റബീഇന്റെ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് എന്നാണ് ഓരോ എഴുത്തുകളും അദ്ദേഹത്തെ കുറിച്ച് വരുന്ന ഓരോ പോസ്റ്റുകളും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് ഹക്കിന്റെയും അത് ബോധ്യപ്പെടുക തന്നെ ചെയ്യും എന്ന അഞ്ചാമത്തെ പാഠം ഷെയ്ഖ് റബീഇന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് തെളിയുന്ന വിഷയമാണ്. അദ്ദേഹം പറഞ്ഞു വെച്ച ഹക്കുകൾ ഇൻഷാ അല്ലാഹ് അത് ഓരോന്നായിട്ട് എന്ത് ചെയ്യും ഓരോ ആളുകൾക്കും വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. ലൈലുഹ കനഹാരിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ആ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പകലിനെ പോലെയാണെന്നാണ്, അത്രയും വ്യക്തമാണെന്നാണ്. അതുകൊണ്ട് ഹക്ക് എന്നത് വളരെ വ്യക്തമാണ്, ആ ഹക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും. ഫത്ഹ് മക്കയിലെ എത്തിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഓരോ വിഗ്രഹങ്ങളെയും തച്ചുടച്ചുകൊണ്ട് നബി പറയുന്നുണ്ട്, വഖുൽ ജാഅൽ ഹഖ്ഖു വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖ. അതുകൊണ്ട് ഹക്കിനാണ്, സത്യത്തിനാണ് ഏറ്റവും അവസാനത്തെ വിജയമെന്നത്, അത് സത്യത്തിനാണ് ഉണ്ടാവുക. അസത്യത്തിന് ഒരിക്കലും വിജയിക്കുവാനോ മുന്നിട്ട് നിൽക്കുവാനോ സാധിക്കുകയില്ല എന്നത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ജീവിതത്തെ തഖ്വയിൽ അധിഷ്ഠിതമായി ക്രമീകരിക്കുകയും പണ്ഡിതന്മാർ സഞ്ചരിച്ച ആ പാതയിലൂടെ സഞ്ചരിക്കുവാൻ, അവരോട് സാദൃശ്യം പുലർത്തിക്കൊണ്ട് ജീവിക്കുവാൻ, അവരെ സ്നേഹിച്ച് അവരെ പഠിക്കുകയും അവരുടെ ജീവിതം അടുത്തറിയുകയും അതോടൊപ്പം അവരെ കൃത്യമായി മനസ്സിലാക്കുകയും അവരുടെ അധ്യാപനങ്ങൾ ജനങ്ങൾക്ക് ആകമാനം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ സലഫികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.